ഐസോപചത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്തായാലും അങ്ങനെ ദൃശ്യാനുഭവം പകരുന്ന കാഴ്ചകളൊന്നുമില്ല. എന്റെ ചില അനുഭവങ്ങളാണ്. എന്നു മുതലാണ് യാത്രയെ പ്രണയിച്ചത് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരവില്ല. എപ്പോഴൊക്കെയോ ഞാൻ യാത്രകളെ അഗാധമായിട്ട് പ്രണയിച്ചു പോയി. കൂടുതലും ഒറ്റയ്ക്കുള്ള യാത്രകളായിരുന്നു. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരേ വൈബുള്ള ഒരേപോലെ ചിന്തിക്കുന്ന ചുരുക്കം ചില സുഹൃത്തുക്കൾ മാത്രമേ എനിക്കുള്ളൂ. അവർക്ക് ചിലർക്ക് യാത്രയോട് അധികം താല്പര്യം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെ കണ്ടുമുട്ടുമ്പോൾ എന്തുകൊണ്ടോ സമയം ചിലപ്പോൾ പറ്റാതെ വരാം, അല്ലെങ്കിൽ എന്തുകൊണ്ടോ വട്ടവർ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ഒറ്റയ്ക്കുള്ള യാത്രകളാണ്. എനിക്കത് കൂടുതൽ ഉപകാരപ്പെടുകയുണ്ടായി. എന്ന് വെച്ചാല് നമ്മളിലേക്ക് തന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ, നമ്മളിലേക്ക് തന്നെ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയുന്നത് എന്റെ അനുഭവത്തിൽ ഒറ്റയ്ക്കുള്ള യാത്രകളാണ്. ചെറുപ്പകാലത്ത്, അതായത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. എന്റെ വീട് കൊല്ലമാണ്. എന്റെ അമ്മ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഏതാണ്ട് 10 കിലോമീറ്റർ സഞ്ചരിക്കണം. അന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ. KSRTC ഒരെണ്ണമാണുള്ളത്. അത് രാവിലെ വരും. അത് കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ റൂട്ടുകളിലൂടെ വേറെ ഏതോ സ്ഥലത്ത് പോയിട്ട് വൈകുന്നേരം ഒരു റിട്ടേൺ ട്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് പോകുന്ന വണ്ടി രാവിലെ തിരിച്ചു. അങ്ങനെ 2 സർവീസുകൾ മാത്രമായിരുന്നു KSRTCയുടെ ഉണ്ടായിരുന്നത്. മിച്ചമെല്ലാം നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളായിരുന്നു. അല്ല, പ്രൈവറ്റ് ബസ്സുകൾ എപ്പോഴും നിങ്ങൾ പറയുന്ന പോലെ 5 മിനിറ്റ് ഇടപെട്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ കൂടുമ്പോൾ 2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ബസ്, അങ്ങനെയൊക്കെയായിരുന്നു. ആ സമയത്ത് ഈ 10 കിലോമീറ്റർ എന്ന് പറയുന്നത് വലിയൊരു ദൂരമാണ്. ഈ 10 കിലോമീറ്ററിലേക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി മറ്റുള്ള ഒരു ആശ്രയം മഹേന്ദ്രയുടെ ജീപ്പുണ്ട്. ആ ജീപ്പ് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. അതാണ്ട് 10 കിലോമീറ്റർ ദൂരത്തിനോട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ ഒരു ജീപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് അടുത്ത ജീപ്പിൽ കയറി അടുത്ത ഇടത്തിലേക്ക്. അങ്ങനെയായിരുന്നു യാത്രകൾ പലപ്പോഴും. അത് ഒരു ജീപ്പിൽ തന്നെ അതിന്റെ ഡോറിൽ ഇരുന്നൊക്കെയാണ് പലപ്പോഴും പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ അതിന്റെ സൈഡിലുള്ള ലൈറ്റിന്റെ ഗാർഡുണ്ട്, അതിന്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ടാണ് ചിലപ്പോൾ നമ്മൾ യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ ഒരുപാട് യാത്രകൾ അങ്ങനെ ചെയ്തു. പക്ഷെ ആ ഒരു 10 കിലോമീറ്റർ യാത്രയ്ക്ക് ശേഷം ആ അമ്മ വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വന്നൊരു സന്തോഷമുണ്ട്. അത് വളരെ ചെറിയ കാലത്തുള്ള കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ എപ്പോഴേക്കോ ഞാനിങ്ങനെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെയുള്ള സഞ്ചാരത്തിന് യാത്രയില് ഒരിക്കൽ അതൊരു എന്റെ ആദ്യത്തെ ഒരു യാത്രയുടെ ഇതുകൂടെ എന്ന് വേണമെങ്കിൽ പറയാം. തനിയെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുംബൈയിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ മുംബൈയിലേക്ക് പോകാൻ എന്ന് തീരുമാനിച്ചു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ കണക്കിനെ ഇഷ്ടമല്ലാതായ ഒരു സന്ദർഭം ഉണ്ടായി. കണക്ക് ടീച്ചറെ ഒട്ടും ഇഷ്ടമല്ല. കണക്കിനെ പൊട്ടും എന്നങ്ങ് തീരുമാനിച്ചു. കണക്ക് ഒരിക്കലും അങ്ങോട്ട് അങ്ങ് ഇഷ്ടമല്ല. അത്രയ്ക്ക് അങ്ങനെ ടീച്ചറെ ഇഷ്ടമല്ല. അതാണ് ഏറ്റവും പ്രധാനം. ടീച്ചർക്ക് എന്നോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ടീച്ചറെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് കണക്ക് പഠിക്കാതെ കണക്ക് ക്ലാസ് എപ്പോഴും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ പറഞ്ഞിട്ട് മുങ്ങാൻ തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അവന് കണക്കിന് ഇഷ്ടമല്ല. അവന് ടീച്ചറെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നില്ല. അവന് പഠിക്കാൻ വയ്യാണ്ട് തന്നെയാണ്. അവൻ കണക്ക് അവൻ ടച്ച് ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടാണ് തീരുമാനിക്കുന്നത്, നമുക്ക് രാവിലെ 8 മണിക്ക് വീടിന്റെ അവിടെ നിന്നുള്ളൊരു കൊല്ലം ബസ് ഉണ്ട്. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത്. ആ കൊല്ലം ബസ് കയറിയിട്ട് നമുക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ട് അവിടുന്ന് മുംബൈക്ക് വരുന്ന ഏതെങ്കിലും പല ട്രെയിനുകൾ മാറി കയറി മുംബൈക്ക് പോകുന്ന ട്രെയിനിൽ കയറി മുംബൈയിലെത്താം. അവിടെ അന്ന് ഈ പറയുന്ന മോഹൻലാലിന്റെ പഴയ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ബോംബെ നഗരത്തിൽ എത്തിയിട്ട് അവിടെ നിന്ന് കോടീശ്വരനാവുന്നതൊക്കെയാണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങൾക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, അരുൺ എന്ന് പറയുന്നത്. അവൻ ഏതാണ്ട് 7ാം ക്ലാസ്സിന്റെ ആ ഒരു വേനൽക്കാല സമയത്ത് ആറ്റിൽ വെച്ച് മുങ്ങി മരിക്കുകയുണ്ടായി. അപ്പൊ അവൻ കൂടില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ചെറിയ ഗ്യാങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുമായിരുന്നു, മുംബൈയിൽ പോകും, നമ്മളൊരു വലിയ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരുന്നു. അങ്ങനെ കൊല്ലത്തേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തു. ഒരു ദിവസം ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്തത്. കാരണം ശനിയാഴ്ച ദിവസം രാവിലെ 8:30 മുതൽ 8:30 മുതൽ വൈകുന്നേരം 1 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി വരെ ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് ആണല്ലോ, അതുകൊണ്ട് ചില ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്നു. അത് വീടിന്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയാണ്. അപ്പൊ ഞാന് വീട്ടില് ഒന്ന് ചുറ്റി നടന്നിട്ട് കുറെ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിനുള്ളിലാക്കി. അതിനുശേഷം എന്റെ കയ്യിൽ അങ്ങനെ പണമൊന്നുമില്ല, അന്ന് സമ്പാദിക്കാനുള്ള വരുമാനമൊന്നുമില്ല. അന്ന് എന്താ ചെയ്യുന്ന വെച്ചാൽ അമ്പലത്തിൽ പോകും. വൈകുന്നേരം അമ്പലത്തിൽ പോകുമ്പോൾ ഈ സ്വാമിമാരൊക്കെ വരുന്ന സമയത്ത് കെട്ടുനിറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദക്ഷിണ കിട്ടും. പിന്നെ അതല്ലാതെ വൈകിട്ട് പോയി അമ്പലക്കുളത്തിൽ കാലും നനച്ചിട്ട് തിരുമേനിയെ സഹായിക്കാൻ വേണ്ടി നിൽക്കും.
ആ സമയത്ത് ശംഖൂതും മണിയടിക്കുക, അതുപോലെ തന്നെ പ്രസാദം വിതരണം ചെയ്യുക, വിളക്കെടുക്കുക, അങ്ങനെ വിളക്ക് കത്തിക്കുക, അങ്ങനെ അമ്പലത്തിലെ ചില്ലറ ജോലികളൊക്കെ വൈകുന്നേരം 6 മണി മുതൽ അതൊരു ദിനചര്യയുടെ ഭാഗമായിരുന്നു, ദിനചര്യ കൂടിയായിരുന്നു. അപ്പൊ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരു പുതിയ പായസവും അതുപോലെ തന്നെ എന്താ പറയാ, ഒന്ന് 10 രൂപയോ അല്ലെങ്കിൽ 5-10 രൂപയൊക്കെയാണ് നമുക്ക് തിരുമേനിയുടെ വക നമുക്ക് സമ്മാനമായിട്ട് തരും. ഇത് ദക്ഷിണ പോലെ നമുക്ക് തരും. അങ്ങനെ കൂട്ടിവെച്ച പൈസകൾ അതെല്ലാം കൂടെ കൂട്ടി ഒരു അന്നത്തെ ഏതാണ്ട് ഒരു 100-300 രൂപ അങ്ങോട്ട് കയ്യിലുണ്ട്. പിന്നെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് വലിച്ചു. അങ്ങനെ ഈ പണം ബാഗിലിട്ടിട്ട് ട്യൂഷന് പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. ബാഗ് ഫുള്ള് ഡ്രസ്സാണ്, ഒരു ബുക്ക് പോലും ഇല്ല. അങ്ങനെ ഞാൻ 7:50 ആയപ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ഇങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ബദാം മരമുണ്ട്. ബദാം മരത്തിന്റെ മറവില് ഒരു CPM-ന്റെ ഒരു കൊടിമരം നിൽപ്പുണ്ട്. ഒരു എന്താ പറയാ, ഒരു ബാണറുണ്ട്. ഒരു ബാണർ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ ബാണറിന് പുറകിലോട്ട് മാറി നിൽക്കുകയാണ്. കാരണം താഴെ നിന്നും ഈ കൊല്ലം ബസ് വരുമ്പോൾ മുമ്പോട്ട് കയറാം, അത് കയറാം എന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല ഈ പറയുന്ന എന്റെ കൂട്ടുകാരൻ, അവന്റെ പേര് ഞാൻ ഉച്ചരിക്കുന്നില്ല, കാരണം പുള്ളിക്കാരൻ എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്നറിയില്ലല്ലോ. കാരണം അതിന് ശേഷം പിന്നെ ഞങ്ങൾ അധികം കോൺടാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഇദ്ദേഹത്തെയും കാത്ത് നിൽക്കുകയാണ് ഞാൻ. അവൻ പറഞ്ഞത് കറക്റ്റ് 7:30 ആകുമ്പോൾ ഞാൻ അവിടെ വരും, നമുക്ക് ഒരുമിച്ച് പോകാന്നൊക്കെയാണ് പറഞ്ഞത്. 7:50 ആയി, 7:56 ആയി, 57, 58, 59, അവസാനം 8 മണിയായി. 8:01 ആയപ്പോഴാണെന്ന് തോന്നുന്നു ബസ്സിന്റെ എരമ്പലായിരുന്നു. ഇവനെ നോക്കിയിരിക്കുക, കാണുന്നില്ല. അങ്ങനെ കുറെ നേരം അവിടെ നിന്നു. ബസ് വന്നു, ബസ് പോയി. ഞാനും കയറിയില്ല. കാരണം ഒറ്റയ്ക്ക് പോകാനൊരു പേടി. ആ ഒറ്റയ്ക്ക് പോകാനൊരു പേടി എന്നെ ഇന്ന് വരെ ഒറ്റയ്ക്കുള്ള യാത്രകൾക്ക് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ ഒറ്റയ്ക്ക് പോകാനുള്ള പേടിയല്ലേ. ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പുള്ളിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ എന്തോ ബൂത്തിൽ അങ്ങോട്ട് പാല് കൊടുത്തിട്ട് വരികയാണോ എന്തോ വരുന്നുണ്ട്. നീ എന്താ ഇവിടെ നിൽക്കുന്നത്, ഇന്ന് ക്ലാസ് ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, 8:30-ക്കാണ് ക്ലാസ്. എന്നാ വാ അങ്ങോട്ട് കൊണ്ടുവിടാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി എന്റെ സംസാരിച്ചുകൊണ്ട് പോയി എന്നെ ട്യൂഷൻ സെന്ററിലേക്ക് കയറ്റി വിട്ടു. ഞാൻ ട്യൂഷൻ സെന്ററിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ച എന്താ അറിയാം. ഞാൻ എന്റെ 8:30-ക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. 8:35-നാണ് ഞാൻ ചെല്ലുന്നത്. കാരണം അതുകൊണ്ട് 5 മിനിറ്റ് ലേറ്റ് ആയവർക്ക് കിട്ടുന്നത് ചൂരൽ കഷായം. അത് പണ്ടത്തെ ഒരു പതിവ് രീതിയാണ്. അങ്ങനെ ചൂരൽ കഷായം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ഈ ചതിയനായ സുഹൃത്ത്, ഞാൻ അവനെ വേറൊരു തരത്തിലും ദ്രോഹി അങ്ങനെയൊന്നും പറയല്ല, വേറൊരു തെറ്റായ അർത്ഥത്തിലില്ല, അന്ന് എന്നോട് കാണിച്ച ചതി, അന്ന് എന്റെ കൂടെ ബോംബെയിൽ വരാതിരുന്നു എന്നുള്ള ചതി. മറ്റുള്ള രീതിയൊന്നും അവൻ എന്നെ ചതിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ആ സമയത്ത് അത് ചതിയാണ്. ആ ചതിയനായ സുഹൃത്ത് 2ാമത്തെ ബെഞ്ചിൽ ഇരുന്നിട്ട് അങ്ങനെ നിന്ന് പഠിക്കാനേ. അവന്റെ സുഹൃത്ത്, അവന്റെ ഒരു കാമുകിയുണ്ട്. കാമുകി എന്ന് പറഞ്ഞാൽ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പുറത്തിരിപ്പുണ്ട്. അവൻ അവളിരിക്കുന്ന സൈഡിൽ തന്നെ പക്കം പിടിച്ചിരുന്ന് ക്ലാസ് ആസ്വദിക്കുകയാണ്. ഞാനകത്ത് കയറിയപ്പോ ഈ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചോണ്ട് വന്നത് യൂണിറ്റ് ടെസ്റ്റോ അങ്ങനെ കാര്യങ്ങളെന്ന് തോന്നുന്നു. അത് ഞാൻ പഠിച്ചിട്ടില്ല. എന്റെ ബുക്കില്ല, പേനയില്ല, ഒന്നുമില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളം എന്റെ ഫുള്ള് വേർത്ത് കുളിച്ച്. കാരണം ഈ ബാഗ് തുറന്നു കഴിഞ്ഞാൽ മൊത്തം ഡ്രസ്സാ, ഒരു തുണി പോലും ഇല്ല, ഒരു ബുക്ക് പോലും ഇല്ല. എന്റെ സുഹൃത്ത് ബുക്കൊക്കെ എടുത്തിട്ട് നാം പഠിക്കണം. പക്ഷെ അവൻ പഠിക്കുന്നില്ല കേട്ടോ. അവൻ പഠിപ്പിന്റെ അകത്ത് വളരെ പൂജ്യമാണെന്നുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുകയാണ്. അവൻ പഠനത്തോട് അവന് യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ അവൻ മറ്റൊരു തലത്തിൽ ഇന്ന് വളരെയധികം നല്ല രീതിയിൽ സക്സസ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വേറൊരു രീതിയിൽ അവന്റെ സ്കില്ല് വളരെയധികം ഉണ്ട്. അതിന്റെ അകത്ത് അവൻ വളരെ എന്താ പറയാ സ്കിൽഡ് ആണ്. നല്ല രീതിയിൽ എന്നെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിലാണ് അവന്റെയൊക്കെ ഇപ്പോഴത്തെ ജീവിത രീതി. അതുകൊണ്ട് പക്ഷെ അന്ന് അവൻ പഠിക്കാൻ ഇഷ്ടമല്ല. അവനത് പഠിക്കാനേ ഞാനിരുന്ന് വേർക്കുക. കാരണം എന്റെ ബുക്കില്ല, പേനയില്ല, പുസ്തകമില്ല, ഒന്നുമില്ല. ഇന്നിപ്പോ അയാൾ ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുതാ നോട്ടറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല കാര്യം. എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഇരുന്നിരുന്ന് വെള്ളം ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് എന്റെ അപ്പുറത്തിരുന്ന സുഹൃത്ത് അവൻ ചോദിച്ചു, നീ എന്തോടെ ബുക്ക് എന്തുകൊണ്ടിരുന്നില്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ലടാ ബുക്കും ഇല്ല. എവിടെ പോവാ? ഞാൻ പറഞ്ഞില്ല, അമ്മയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാ. പിന്നെ എന്തിനാ നീ ക്ലാസ്സിന് വന്നേന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അമ്മയുടെ വീട്ടിൽ അവര് എല്ലാവരും കൂടെ വേറെ എങ്ങാണ്ട് പോവാ, അങ്ങനെ എന്തൊക്കെയോ കള്ളം പറഞ്ഞു. എന്നൊരു കാര്യം, ഈ ബുക്ക് നീ എടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും ദൈവദൂതനായ സുഹൃത്ത് എനിക്ക് ബുക്ക് തന്നു. എന്നാൽ അവന്റെ ബുക്കാണേ. ഞാൻ ഇങ്ങനെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എന്തോ ഒരു ജയകാന്തല്ല എന്തോ ഒരു പേര്, ആ അധ്യാപകനാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട്, എടാ ഇന്നലത്തെ നോട്ടം ചേടാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ നോട്ട് കൊണ്ടുവന്നിട്ടില്ല, എണീക്കടാ എന്ന് പറഞ്ഞു. അത്രയും പെൺകുട്ടികളുടെയും അത്രയും ചതിയനായ സുഹൃത്തിന്റെയും ദൈവദൂതനായ സുഹൃത്തിന്റെയും മുന്നിൽ വെച്ചിട്ട് അടിയോടടി. അങ്ങനെ എന്റെ കാലില് 5-6 ഹമ്പ്, നമ്മുടെ ഈ ബസ് റോഡിലോട്ടുള്ള ഹമ്പില്ലേ, അതുപോലെ ആ രീതിയിൽ ഹമ്പുണ്ടായി. അന്ന് ഞാനെടുത്ത തീരുമാനമാണ്
ഇനിയുള്ള യാത്രകൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ ഇനിയുള്ള യാത്രകളെ കുറിച്ചുള്ള അവിടെ നിന്നാണ് എൻ്റെ യാത്രകളുടെ ഒരു തുടക്കം. അവിടെ എൻ്റെ പേടി അങ്ങ് പോയി. കാരണം ഇവരെന്നോട് കാണിച്ചത് ചതിയോ കാര്യങ്ങളൊന്നുമില്ല. അവന്റെ ഭയം കൊണ്ടൊക്കെ. അവനും അമ്മയെ വിട്ടു പോകാൻ വയ്യ. അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചിന്തിച്ചത്രേ, എനിക്ക് എന്റെ അമ്മ വേണം, എന്റെ വീട് വേണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു. ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചില്ല, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പം അവന്റെ ആ ഒരു തോന്നൽ കൊണ്ടാണ് അവൻ എന്താ ചെയ്യേണ്ടത്, ആ തീരുമാനം മാറ്റിയിട്ട് അവൻ പോകുന്നേ പോട്ടെ, അവനെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അവൻ ചിന്തിച്ചത്. എന്റെ അടുത്ത് പിന്നീട് പറഞ്ഞത്, നീ പോയി രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ് അവൻ വരാതിരുന്നത്. അങ്ങനെ എന്തായാലും അതാണ് എൻ്റെ യാത്രകളുടെ ആദ്യപടി. ഇനി യാത്രകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നു പറയാം. ഒരുപാടുണ്ട് പറയാൻ, ഒരുപാട് യാത്രകളെ കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഇന്ന് ഇത്രയും പറഞ്ഞു വെക്കാം, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, വരും ദിവസങ്ങളിൽ ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം. നന്ദി, നമസ്കാരം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ സന്തോഷം.